കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാരൻറ്റിങ്ങിനെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. അപ്പോൾ പാരൻറ്റിങ് അനുസരിച്ച് കുട്ടിയുടെ ട്രെയ്റ്റ് എന്താണ്, കുട്ടിയുടെ ബിഹേവിയറൽ ട്രെയ്റ്റ് എന്താണ്, ഓർ ഇമോഷണൽ പ്രൊഫൈൽ എന്താണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറഞ്ഞല്ലോ, പ്രധാനമായിട്ടും 4 തരത്തിലുള്ള പാരൻറ്റിംഗ് ആണുള്ളത്. അതോറിറ്റേറ്റീവ്, അതോറിറ്റേറിയൻ, നെഗ്ലക്റ്റ്ഫുൾ ഓർ പെർമിസീവ്. ഇങ്ങനെ 4 നേച്ചർ ടൈപ്പാണുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അതോറിറ്റേറ്റീവ് പാരൻസ് വളരെ സെൽഫ് റെഗുലേറ്റഡ് ആണ്. അവരുടെ കാര്യങ്ങളും കുട്ടിയുടെ കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. കുട്ടിക്ക് ബൗണ്ടറി എവിടെയാണെന്നറിയാം. ഇമോഷണലി ഹെൽത്തി ആയിട്ടുള്ളൊരു കുട്ടിയാണെന്നുള്ളത് കൊണ്ട് കുട്ടിക്ക് മറ്റുള്ളവരുടെ അടുത്തൊരു ബേസിക് ലെവൽ ഓഫ് ട്രസ്റ്റ് ഉണ്ട്. കോൺഫ്ലിക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കുട്ടി എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറാണ്. സെറ്റ് ബാക്സ് വരുമ്പോൾ കുട്ടി ഇരുന്ന് ആ ഡിസ്കംഫേർട്ട് റെഗുലേറ്റ് ചെയ്ത് അതിനെ അതിജീവിക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കുട്ടിയായിട്ടാണ് കുട്ടി വളരുക. രണ്ടാമത്തേത് അതോറിറ്റേറിയൻ പാരൻറ്റ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുട്ടിക്ക് ഇമോഷണൽ ഡിസ്കംഫേർട്ട് എന്ന് പറഞ്ഞൊരു സാധനം, ഇമോഷണൽ സപ്രഷനാണ് ഇതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് കുട്ടിക്ക് ഇമോഷൻസ് കാണിക്കാൻ അറിയില്ല. വൾണറബിലിറ്റി എന്ന് പറയുന്ന സാധനം, അതായത് എനിക്ക് പേടിയാവുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഇത് ഭയങ്കര സ്ട്രെസ്സാണ്, അങ്ങനെ പറയാൻ കുട്ടിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ കുട്ടി വൾണറബിളേ അല്ല. പുറത്ത് നോക്കുമ്പോൾ റോക്ക് ഹാർഡായ ഒരാളായിരിക്കും, പക്ഷെ ഉള്ളിൽ ഇൻറ്റേർണലി ഭയങ്കര കോൺഫ്ലിക്റ്റഡ് ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളുള്ള ഒരാളായിട്ടാണ് ആ കുട്ടി വളരാനുള്ള സാധ്യത. ഇനി പെർമിസീവ് പാരൻറ്റിങ് പറഞ്ഞ പോലെ കുട്ടി എന്താ ചെയ്തോട്ടെ എന്നുള്ളതായതുകൊണ്ട് കുട്ടിക്ക് ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറഞ്ഞ സാധനമില്ല. മറ്റുള്ളവരെല്ലാവരും കുട്ടിയുടെ സൗകര്യത്തിന് നിൽക്കണം. ഒന്നുകിൽ ആ കുട്ടി ഭയങ്കര ക്ലിങ്ങി ആയിരിക്കും, എപ്പോഴും ആവശ്യങ്ങളുണ്ടാവും, പുറകെ നടന്ന് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച പോലെ നടക്കുന്ന കുട്ടികളായിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര ഡിമാൻഡിങ് ആയിരിക്കും. അതെന്താ എനിക്ക് ചെയ്തു തരാത്തത്, ഇതെനിക്ക് കിട്ടേണ്ടതല്ല, അതെന്താ എനിക്ക് തരാത്തത്, അതെന്താ അവരങ്ങനെ പെരുമാറാത്തത്. അങ്ങനെ കുട്ടി ഭയങ്കര എൻറ്റൈറ്റിൽഡ് ആണ്. അതായത് ദിസ് ഈസ് സപ്പോസ് ടു ബി മൈൻ, എൻ്റേതാവണം, ഞാൻ വിചാരിക്കുന്ന സാധനങ്ങളൊക്കെ എൻ്റെ ആവണം എന്ന് വിചാരിക്കുന്ന കുട്ടികൾ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ട്രെയ്റ്റാണ് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്. കാരണം ഇവരിട്ടിട്ട് പോയാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ക്ലിങ്ങി ആയിട്ട് അവരെ പിടിച്ചു വയ്ക്കണം. അങ്ങനത്തെ ആളുകളാണ് അതാണ് കുട്ടിയുടെ ഒരു പ്രൈമറി ട്രെയ്റ്റ് ആയിട്ടുണ്ടാവുക. അൺഇൻവോൾവ് പാരൻസ്. കുട്ടിക്ക് ബേസിക്കലി ദർ ഇസ് നോ വേ ദ ചൈൽഡ് നോസ് വാട്ട് ഈസ് സേഫ്, വാട്ട് ഈസ് നോട്ട് സേഫ്. കുട്ടിക്ക് ലോകത്തിനോട് വലിയ പരിചയമില്ല. കുട്ടി ഇങ്ങനെ വിട്ട് നിന്നിട്ട് നോക്കും, ഇതെന്താണ് കാര്യം, ഇതിലിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്. കുട്ടി ഭയങ്കര അൺസർട്ടൺ ആയിരിക്കും, ആങ്ഷ്യസ് ആയിരിക്കും. ഒന്നുകിൽ വളരെ അടുത്ത് പോയിട്ട് എന്താ പറയുക, ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറണമെന്ന് അറിയാതെ ഹേർട്ടായിട്ട് തിരിച്ചു വരും. അല്ലെങ്കിൽ എല്ലാവരെയും ദൂരെ നിർത്തിയിട്ട് ആൾക്കാരെ ഓടിച്ചു വിടും. അങ്ങനത്തെ കുട്ടികളായിരിക്കും ഇതിൽ നിന്നുണ്ടാവുക. ഇനിയുള്ളത് ഹെലികോപ്റ്റർ പാരൻസ്. ഹെലികോപ്റ്റർ പാരൻസിൻ്റെ കുട്ടികളുടെ പ്രൈമറി ട്രെയ്റ്റ് എന്ന് പറയുന്നത്, കുട്ടിക്ക് സെൽഫ് നാവിഗേറ്റ് ചെയ്യാൻ അറിയില്ല. ഓട്ടോണമി എന്ന് പറയുന്നൊരു സാധനം കുട്ടിക്ക് പരിചയമില്ല. അതുകൊണ്ട് കുട്ടി ഓൾവേസ് എക്സ്പെക്ട് സംബഡി ടു റെസ്ക്യൂ. അതായത് എല്ലാ കാര്യത്തിനും ആരെങ്കിലും വരും എന്നെ രക്ഷിക്കാൻ. റെസീലിയൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. മീൻസ് ഒരു കാര്യത്തിൽ തോറ്റുപോയാൽ, ഒരാളോട് ഒരു വാക്ക് പറഞ്ഞ് തെറ്റിയാൽ എങ്ങനെയാണ് അതിനൊരു കോപ്പ് ചെയ്ത് മുന്നോട്ട് പോകുകയെന്ന് കുട്ടിക്ക് അറിയില്ല. അതാണ് ഹെലികോപ്റ്റർ പാരൻസിൻ്റെ കുട്ടികളുടെ ഒരു ട്രെയ്റ്റ്. ഇനി ബുൾഡോസർ പാരൻസ്. കുട്ടിക്ക് അറിയാം കുട്ടിയെ രക്ഷിക്കാൻ എന്തായാലും ആൾക്കാർ വരുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് ഡിസിഷൻസ് എടുക്കുന്നതിൻ്റെ ശരിയും തെറ്റും കുട്ടി അറിയേണ്ട കാര്യമില്ല. ബിക്കോസ് ദ ചൈൽഡ് നോസ് ഇറ്റ് ക്യാൻ മേക്ക് സേഫ് മിസ്റ്റേക്സ്, സോ ദാറ്റ് സംവൺ എൽസ് വിൽ ഫിക്സ് ഇറ്റ് ഫോർ മീ. സോ ദാറ്റ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നൊരു സാധനം, നമ്മൾ ചെയ്തതിൻ്റെ കോൺസിക്വൻസ് നമ്മളാണ് അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യരുത്. അത് സ്വന്തം ജീവിതത്തിലാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും നമ്മൾ പെരുമാറുന്നത് ഒരു പ്രത്യേക രീതിയിൽ വേണം. അതായത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ എനിക്ക് ഹേർട്ട് ആവരുത്, അങ്ങനെയൊക്കെ നോക്കി നിൽക്കാനൊന്നും കുട്ടിക്ക് അറിയില്ല. കുട്ടി വിചാരിക്കുന്നത് ഞാനിപ്പോൾ ഒരാളെ ഉപദ്രവിച്ചാലും ദേ വിൽ കം ആൻഡ് ഫിക്സ് മീ. നമ്മൾ ഈ സ്പോയിൽഡ് ബ്രാറ്റ് എന്ന് പറയില്ലേ, അങ്ങനത്തെ കുട്ടികൾ. പിന്നെയുള്ളത് ടൈഗർ പാരൻസ്. മുന്നേ പറഞ്ഞ പോലെ തന്നെ കണ്ടീഷണലാണ് അപ്രൂവൽ. സ്നേഹം എന്ന് പറയുന്നത് ജയിക്കുമ്പോൾ മാത്രം കിട്ടുന്ന സാധനം. തോൽക്കുമ്പോൾ കുട്ടിയുടെ കൂടെ ആരുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് തോൽക്കാൻ വയ്യ, കുട്ടിക്ക് തോൽക്കാൻ പേടിയാണ്. അതുകൊണ്ട് ഭയങ്കര ഹൈ അച്ചീവേഴ്സ് ആയിരിക്കും, പക്ഷെ കുട്ടി കോൺസ്റ്റൻ്റ്ലി ഭയങ്കര വറീഡാണ്, ബേൺഡ് ഔട്ടാണ്. ഇതിൻ്റെയൊക്കെ ഫണ്ടമെൻ്റലി പ്രശ്നം വരുന്നത് ഇമോഷണൽ ക്ലോസ്നെസ് എന്ന് പറയുന്ന ഒരു ഘടകവുമായിട്ടാണ്. നമ്മുടെ കൂടെയുള്ള ആളുകളെ വിശ്വസിക്കാനും നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കാനും ഒക്കെ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ജീവിതത്തിൽ സേഫായിട്ട് നാവിഗേറ്റ് ചെയ്ത് പോവുക, ജീവിതത്തിനെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുക. പാരൻറ്റിങ് സ്റ്റൈൽസിനനുസരിച്ച് കുട്ടികളുടെ ട്രെയ്റ്റ് ഈ തരത്തിലാവുമ്പോൾ ഇതാണ് കുട്ടികളുടെ ഇൻറ്റേർണൽ ട്രെയ്റ്റ്. ദിസ് ഇസ് ഹൂ ദേ ആർ ഇൻസൈഡ്. ഇനി വെൻ ദേ ഇൻ്ററാക്ട് വിത്ത് സമ്മൺ എൽസ്,
വേറൊരു മനുഷ്യനോട്, പ്രത്യേകിച്ചും റൊമാൻറ്റിക് റിലേഷൻഷിപ്സിൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ ബേസിക് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുക. നമ്മളുടെ പാരൻസിനോട് നമ്മൾക്കുണ്ടായിരുന്ന അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് നമ്മളുടെ പാർട്ട്നേഴ്സിനോട് നമ്മൾക്കുണ്ടാവുക. അത് എന്താണെന്ന് അത് കോൺഷ്യസ്ലി നമ്മൾ തിരുത്തുന്നത് വരെ അത് അങ്ങനെ ആയിരിക്കും. കാരണം നമ്മൾക്ക് നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതും കിട്ടാത്തതുമാണ് നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിൽ സീക്ക് ചെയ്യുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നതും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതും. അതായത് നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് എന്ത് കിട്ടിയോ അതും എന്ത് കിട്ടിയില്ലയോ അതും തന്നെയാണ് ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ ചോയ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ടുണ്ട്, നിങ്ങളുടെ ചെകുത്താന്മാരെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഗാർഡനിൽ, നിങ്ങളുടെ കുട്ടികളുടെ പൂന്തോട്ടത്തിൽ അവരെ നിങ്ങൾ പിന്നെയും കാണേണ്ടി വരുന്നു. അതായത് നമ്മൾ പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മളുടെ ചൈൽഡ്ഹുഡിന് വലിയ എഫക്റ്റ് ഉണ്ട്. അത് വരുന്നത് നമ്മളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ നിന്നാണ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണ്. ഇനി വെൻ ദേ ആർ ഇൻ റിലേഷൻഷിപ്പ് വിത്ത് സമ്മൺ എൽസ്, എങ്ങനത്തെ പാർട്ട്നേഴ്സിനെയാണ് അവർ സീക്ക് ചെയ്യുക? ഒരാൾ നമ്മളുടെ ടൈപ്പാണെന്ന് പറയില്ലേ, അതെങ്ങനെയാണെന്ന്, വാട്ട് ഈസ് മൈ ടൈപ്പ്, ഓർ ഹൗ അവരൊരു പോസിബിൾ ഒരു എന്താ പറയുക പാർട്ട്ണറെ കണ്ടുപിടിക്കുമ്പോൾ ആ റിലേഷൻഷിപ്സിൽ അവരെങ്ങനെയായിരിക്കും എന്നുള്ളത് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് വി വിൽ അനലൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.